നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഫിറ്റിച്ചുള്ളൂ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/8/2026 ബുധനാഴ്ച രാവിലെ റബ്ബർ വില. ഇന്നത്തെ റബ്ബർ വിലയിൽ RSS 4-ഉം 5-ഉം ഒക്കെ 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലാറ്റക്സ് വിലയിൽ മാറ്റമില്ല. എന്നാൽ വിദേശ വിലത്ത് വീണ്ടും കുതിക്കുമ്പോഴാണ് ഇന്നലെ 1 രൂപയാണ് കൂടിയത്. ഈ കോട്ടയം വില നോക്കുമ്പോൾ RSS 4-ൽ 283, RSS 5-ൽ 280, ISNA20 256, ലാറ്റക്സ് 60% യാർഡ്സിൽ 200 കൊച്ചി വില നോക്കുമ്പോൾ RSS 4-ൽ 283, RSS 5-ൽ 280, അഗർത്തല വില നോക്കുമ്പോൾ RSS 4 277, RSS 5-ൽ 274. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 192, 60% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 144. കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഇനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 272, ലോട്ട് കിലോ 256 മുതൽ 261 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരിയില കോട്ടയം RSS 4-ൽ 275, RSS 5-ൽ 272, ISNA20 245 രൂപ 50 പൈസ മുതൽ 246 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 172 വരെ. ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 290 രൂപ, ഫാക്ടറി വില 300 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% യാർഡ്സിൽ 200 ലിറ്റർ ബാരലിന് 14,500, 30% യാർഡ്സിൽ 200 ലിറ്റർ ബാരലിന് 17,400, 35% യാർഡ്സുകൾ 200 ലിറ്റർ ബാരലിന് 20,300, 40% യാർഡ്സുകൾ 200 ലിറ്റർ ബാരലിന് 23,200. ഇതാണ് ഇന്നത്തെ ഫീൽഡ് ലാറ്റക്സ് വില. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 280 രൂപ 50 പൈസ, RSS 4 280, RSS 5 275, ലോട്ട് 256, ഒട്ടുപാൽ 171 വരെയാണ് കർണാടക വില. കേരളത്തിലെ മറ്റിന് വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,220, ഒരു പവന് 1,13,760. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 290, ഒരു പവൻ്റെ മുകളിൽ 2,320 രൂപയാണ് സ്വർണ്ണവില കൂടിയത്. പോയാൽ സ്വർണം സാധാരണക്കാർക്ക് അപ്രിയമാകും സ്വർണ്ണവില. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ 50 മുതൽ 60, കൊക്കോ 310, കൊപ്ര അടുത്തപടി 166, വെളിച്ചെണ്ണ ലിറ്റർ 360, അടയ്ക്ക പുതിയത് 360, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, ജാതിക്ക തൊണ്ടോടുകൂടി 300, പിണ്ണാക്ക സ്പെലർ 37, റോട്ടറി 38, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 930, കുരുമുളക് അൺകാർബിളിൽ 692, പുതിയത് കുരുമുളക് 382, ഗാർബിളിൽ 212, ചുക്ക വെസ്റ്റം 360, മഞ്ഞൾ സേലം 200, കാപ്പിക്കുരു കിൻഡൽ 38,000, വയനാടൻ കുരുമുളക് 700, ചേട്ടൻ 690, നെല്ല് കിൻഡൽ 2,600. വാഴക്കുളം പൈനാപ്പിൾ പഴം 53. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇനി ഓണം സീസണാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ തെരുവുകളിൽ കച്ചവടം മിക്ക ആൾക്കാരും തുടങ്ങിയിട്ടുണ്ട്. അത് ക്വാളിറ്റി നോക്കി അനുസരിച്ച് വാങ്ങിക്കുക. പാത്രങ്ങളൊക്കെ വെറും ലോ പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ കൊണ്ടുവന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്ക് അതെല്ലാം നമ്മുടെ വയറ്റിലോട്ടാണ് പോകുന്നത്. അങ്ങനെ സൂക്ഷിച്ച് വാങ്ങിക്കുക. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. എപ്പോഴും കഴിവതും നമ്മുടെ അടുത്തുള്ള കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുക. കാര്യം അവർ വാടക കൊടുത്തും മറ്റും ഇരിക്കുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. കാര്യം നാളെ ചെന്ന് കടമെന്ന് ചോദിച്ചാലും അവർ കൊടുക്കേണ്ട. ഇവിടെ പുറത്തു പോകുമ്പോൾ ഓണത്തിന് നല്ല ക്വാളിറ്റിയുള്ള സാധനം, ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഐസ്ക്രീം ആയാലും മറ്റും സിപ്പപ്പ് ആയാലും. കാര്യം ലോ ക്വാളിറ്റി കൊടുത്താൽ അവരുടെ വയർ എന്നേക്കും കേടായും ചെയ്യും. കഴിവതും വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. നൂഡിൽസും മറ്റും പ്രോത്സാഹിപ്പിക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടത് വളരെയധികം നന്ദി.